ഏപ്രിൽ 28 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് 41ാമത് അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെത്തുകയെന്ന് വത്തിക്കാൻ അറിയിച്ചു. 28-ാം തീയതി 8 മണിയോടെ വത്തിക്കാനിൽ നിന്ന് പുറപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഹംഗറിയുടെ തലസ്ഥാന നഗരിയായ ബുഡാപെസ്റ്റിലെത്തും. 11 മണിക്ക് പ്രസിഡന്റ് കാതലിൻ ഇവാനോവാക്കിന്റെ വസതിയിലെ ഔദ്യോഗിക സ്വീകരണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി വിക്ടർ ഒർബാനുമായും മറ്റ് ഔദ്യോഗിക പ്രതിനിധികളുമായും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സെന്റ് സ്റ്റീഫൻ ബസിലിക്കയിൽ ഒരുക്കിയിട്ടുള്ള പരിപാടിയിൽ പാപ്പ ബിഷപ്പുമാരുമായും വൈദികരുമായും സന്യസ്തരും സെമിനാരി വിദ്യാർത്ഥികളുമായും കൂടിക്കാഴ്ച നടത്തും. അടുത്ത ദിവസം പാപ്പ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന വാഴ്ത്തപ്പെട്ട ലാസ്ലോ ബെത്താനി സ്ട്രാറ്റമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കും. അന്ന് തന്നെ യുവജനങ്ങളുമായുള്ള പാപ്പയുടെ കൂടിക്കാഴ്ച ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. ബുഡാപെസ്റ്റിലെ എസ്തർഗോ അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനാൾ പീറ്റർ എർദോ പാപ്പയുടെ സന്ദർശനത്തിൽ തങ്ങൾ അതീവ സന്തുഷ്ടരാണെന്നും യുക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിനേറെ പ്രാധാന്യമുണ്ടെന്നും വ്യക്തമാക്കി. രാജ്യത്തെ പകുതിയിലേറെ പേരും ക്രിസ്ത്യാനികളാണെന്നും 37% വരുന്ന കത്തോലിക്ക വിശ്വാസി സമൂഹത്തിന് പാപ്പയുടെ സന്ദർശനം ഉണർവും ശക്തിയും പകരുമെന്നും കർദിനാൾ പറഞ്ഞു. 2021 സെപ്റ്റംബർ 12 സ്ലൊവാക്യയിലേക്കുള്ള യാത്രാമധ്യേ 52ാമത് അന്താരാഷ്ട്ര ദീപികാരണ കോൺഗ്രസിന്റെ സമാപന ദിവ്യബലിക്കായി പരിശുദ്ധ പിതാവ് ബുഡാപെസ്റ്റിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.